വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ആയാലോ? അപ്പോൾ ഞാൻ ഫ്രൂട്ട് സലാഡിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു 8 ടൈപ്പ് ഫ്രൂട്ട്സാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഗ്രീൻ ഗ്രേപ്സ് ആണ്. അതുപോലെ തന്നെ ബനാന, സ്ട്രോബെറി, പൈനാപ്പിൾ, ഇത് ആപ്പിളാണ്, മെലൺ, കിവി ആൻഡ് വാട്ടർമെലൺ. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു 8 ടൈപ്പ് ഫ്രൂട്ട്സാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് എല്ലാ ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ഫ്രൂട്ട്സും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം, ഏതെങ്കിലും ഒരു അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരണ വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി നമുക്ക്. അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഫ്രൂട്ട്സിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിത് ചൂടാറണ വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു കുറച്ച് നേരം ഈ ഷുഗർ സിറപ്പിൽ ഈ ഫ്രൂട്ട്സ് ഒന്ന് മുങ്ങി കിടക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് ശരിക്കും വരിക. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞേ നമുക്ക് സെർവ് ചെയ്യാം. നല്ല വാനില ഐസ്ക്രീമിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ ഐസ്ക്രീമിൻ്റെ കൂടെയാണെങ്കിലും നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം. താങ്ക്